CPM അവിടെ ഏത് സമരമുണ്ടായാലും അവിടെ കോലിട്ടിളക്കാൻ ചെല്ലുന്ന ഈ പറയുന്ന ഒരു കച്ചവടക്കാരൻ്റെ മനസ്സോടുകൂടി പോകുന്ന ഒരാൾ എന്ന അർത്ഥത്തിലാവാം. ഇനി അതല്ല, ഉത്സവപ്പറമ്പുകൾ, ഏത് ഉത്സവപ്പറമ്പ് കണ്ടാലും ഈ കച്ചവടവുമായി പോകുന്ന ആളുകൾ ഉണ്ടല്ലോ, അതുപോലെ ആയിരിക്കാം എന്നൊക്കെ ആവാം അവർ ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്കറിയാം, ജോൺ ബ്രിട്ടാസ് MPയും ഈ A റഹീം MPയും ഇവർ രണ്ടുപേരും അവിടേക്ക്, അതായത് ആ ജന്തർ മന്ദറിൽ നടക്കുന്ന സമരത്തിലേക്ക് പോയത് ആരെയും പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ആ സമരത്തെ ഹൈജാക്ക് ചെയ്ത് DYFIയുടെയോ അല്ലെങ്കിൽ CPMൻ്റെയോ തട്ടകത്തിലേക്കോ അല്ലെങ്കിൽ കീശയിലേക്കോ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല എന്ന് ഒരുമാതിരിപ്പെട്ടവർക്ക് മനസ്സിലാവും. ഏറെ പരിഹസിക്കപ്പെട്ടതാണ് ഒരുപക്ഷെ A റഹീം MPയുടെ വാക്കുകൾ. അതായത് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ലത്രേ, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനത. പക്ഷേ അവിടെ കൂടിയിരുന്ന CJPയുടെ പ്രവർത്തകരെ നല്ല ഉത്തേജിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് A റഹീം എന്ന് പറയുന്ന MPയുടെ ഒരു വലിയ കഴിവ് തന്നെയാണ്.